ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഡൗട്ടുള്ളൊരു സംഭവം തന്നെയാണ് 4 വർഷ ഡിഗ്രീസിനെ പറ്റിയിട്ട്. അതായത് 4 വർഷ ബിരുദമാണ് നമുക്ക് കുറേ കോളേജസൊക്കെ ആപ്ലിക്കേഷനൊക്കെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു കാലിക്കറ്റിൽ 4 വർഷ ബിരുദത്തിന് അപേക്ഷ 7-ാം തീയതി വരെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ 4 വർഷ ഡിഗ്രീനെ പറ്റിയിട്ട് കൂടുതൽ കുറേ പേർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അഡ്മിഷൻ എടുക്കുന്നവർക്കാണെങ്കിലും പേരൻസിനാണെങ്കിലും അതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഒരുപാട് ഇങ്ങനെ അതിൽ ഇന്ന പ്രോഗ്രാംസ് ഉണ്ട്, ഇത്തരത്തിലാണ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പം അതിനെ റിലേറ്റ് ചെയ്തിട്ട് മാതൃഭൂമിയുടെ തൊഴിൽ വാർത്തയിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടാണ്. നല്ല വിശദമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് അനലൈസ് ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്. 4 വർഷ ബിരുദം പഠിക്കാം 6 തരം പ്രോഗ്രാമുകൾ, അതായത് മെയിനായിട്ട് 6 ടൈപ്പായിട്ട് ഇതിനെ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 6 തരം പ്രോഗ്രാമുകളിലൂടെയാണ് കേരളത്തിൽ 4 വർഷ ബിരുദം ഇത്തവണ തൊട്ട് നടപ്പാക്കുന്നത്. ആദ്യത്തെ അതിലത്തെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് സിംഗിൾ മേജർ ആണ്. ഒരു മേജർ വിഷയം മാത്രം ആഴത്തിൽ പഠിക്കുന്നവർക്ക് സിംഗിൾ മേജർ ബിരുദമാണ് ലഭിക്കുന്നത്. സിംഗിൾ മേജർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു മേജർ സബ്ജക്റ്റ് അതായിരിക്കും കേട്ടോ. ഒരു വിഷയത്തിലും കേന്ദ്രീകരിക്കാതെ താല്പര്യമുള്ള പല വിഷയങ്ങളാവും മൈനർ വിഷയങ്ങളായി പഠിപ്പിക്കുക. അതായത് തവണത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്പെഷ്യലൈസേഷൻ ആയിരിക്കില്ല, ഇതിൽ തന്നെ മേജർ മൈനർ വരും. അപ്പോൾ സിംഗിൾ മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ സബ്ജക്റ്റ്, പക്ഷേ മൈനർ വേറെ ഉണ്ടായിരിക്കും. ഒരു വിഷയത്തിലായിരിക്കില്ല, പല ടൈപ്പ് സബ്ജക്ട്സ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും മൈനർ ഇതുകൾ വരുന്നത്. പിന്നെ എന്നാൽ മേജറിനൊപ്പം മൈനർ ബിരുദം ലഭിക്കില്ല. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി ഫിസിക്സിനൊപ്പം കെമിസ്ട്രി, ഗണിതശാസ്ത്രം, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ് തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങളാണ് പഠിക്കുന്നതെങ്കിലും അവർക്ക് ഫിസിക്സ് മേജർ എന്ന ബിരുദമാവും ലഭിക്കുക. അതാണ് സിംഗിൾ മേജറിന്റെ പ്രത്യേകത. രണ്ടാമത്തെ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ. നിലവിലുള്ള ബിരുദ പഠനത്തിന്റെ അതേ മാതൃകയിലുള്ളത്. നമുക്കറിയാം ഇപ്പം എങ്ങനെയാണോ 3 ഇയറിൻ്റെ ഒക്കെ നടന്നു പോകുന്ന ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ. ഒരു വിഷയത്തിൽ ആഴത്തിലുള്ള പഠനവും മറ്റ് 2 വിഷയങ്ങളിലുള്ള പഠനവുമാണ് ഈ പ്രോഗ്രാമിലുള്ളത്. ഒരു വിഷയത്തിലുള്ള ഡീപ്പ് സ്റ്റഡീസ് വരുന്നുണ്ട്, നല്ല രീതിക്കായിട്ടുള്ള പഠനങ്ങൾ, മറ്റ് 2 വിഷയത്തിലുള്ള പഠനം. പിന്നെ മൈനറായിട്ട് നമ്മൾ 2 സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി 3 വർഷ ബിരുദം ഫിസിക്സിനോടൊപ്പം കെമിസ്ട്രി, ഗണിതശാസ്ത്രം എന്നിവ കൂടി തിരഞ്ഞെടുത്ത് 3 വീതം കോഴ്സുകൾ ചെയ്താൽ അവയിൽ മൈനർ ബിരുദം കൂടെ ലഭിക്കും. മൈനർ ബിരുദം കിട്ടും. നേരത്തെ മൈനർ ബിരുദം ഉണ്ടായിരുന്നില്ല. ഈ വിദ്യാർത്ഥി 4 വർഷ ബിരുദമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അധികമായി കമ്പ്യൂട്ടർ സയൻസിൽ 3 കോഴ്സുകൾ കൂടി ചെയ്ത് കമ്പ്യൂട്ടർ സയൻസിലെ മൈനർ ബിരുദം സ്വന്തമാക്കാം. 4 വർഷമുണ്ട്, ലൈക്ക് ഇപ്പോൾ 3 വർഷം 4 വർഷ ഡിഗ്രി എന്ന് പറയുമ്പോൾ 3 വർഷത്തിൽ വേണമെങ്കിൽ നമുക്കിത് ലെഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോർമൽ ഡിഗ്രി കിട്ടും. 4ാമത്തെ ഇയറും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓണേഴ്സ് കിട്ടും. അതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് 4ാമത്തെ ഇയറിലേക്ക് ആകുമ്പോൾ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഫിസിക്സ് മേജറും കിട്ടും വിത്ത് കെമിസ്ട്രി, ഗണിതശാസ്ത്രം, കമ്പ്യൂട്ടർ സയൻസ് എന്നായിരിക്കും ബിരുദം വരിക. നമ്മൾ സർട്ടിഫിക്കറ്റിൽ വരും. ഇപ്പം എന്താ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആ ഒരു സംഭവം വരും. ഇതിപ്പോൾ ഈ ഒരു കുട്ടി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് മേജർ വരും വിത്ത് കെമിസ്ട്രി, ഗണിതശാസ്ത്രം, കമ്പ്യൂട്ടർ സയൻസ്. 4ാമത്തെ വർഷത്തിലേക്ക് കൂടെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ് കേട്ടോ കമ്പ്യൂട്ടർ സയൻസ് വരുള്ളൂ, അല്ലെങ്കിൽ കെമിസ്ട്രി, ഗണിതശാസ്ത്രം അങ്ങനെയാണ് വരിക. അടുത്തൊരു സെക്ഷൻ 3ാമത്തെയാണ് മേജർ വിത്ത് സിംഗിൾ മൈനർ എന്നാണ് പറയുന്നത്. ഒരു വിഷയത്തിൽ മേജർ എടുക്കുന്നവർ അതോടൊപ്പം ഒരു വിഷയം മാത്രം മൈനറായി പഠിക്കുമ്പോൾ അവർക്ക് മേജർ വിത്ത് സിംഗിൾ മൈനർ എന്ന ബിരുദം ലഭിക്കും. എക്സാമ്പിൾ പറയാം. ഒരാൾ ഫിസിക്സിനോടൊപ്പം കെമിസ്ട്രി മാത്രം 4 വർഷം കൊണ്ട് 8 കോഴ്സുകൾ പഠിച്ചാൽ, അതായത് 32 ക്രെഡിറ്റിന് പഠിച്ചാൽ അവർക്ക് ആ വിഷയത്തിൽ സിംഗിൾ മൈനർ ലഭിക്കും. ഒരുപാട് മൈനർ സബ്ജക്ട്സ് ഇല്ല. സിംഗിൾ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈനർ സബ്ജക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ 8 കോഴ്സ് ഉണ്ട്. ആ കോഴ്സുകൾ പഠിച്ച് ജയിക്കണം. ഈ പ്രോഗ്രാമുകളിൽ പഠിക്കുന്നവർക്ക് മൈനർ വിഷയത്തിലും PG പഠിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. നല്ല പരിപാടി. കാരണം ഇപ്പോൾ ആളിപ്പോൾ കെമിസ്ട്രിയാണ് മേജർ എടുത്തിരിക്കുന്നത്. ആൾക്ക് കെമിസ്ട്രി മാത്രമല്ല PGക്ക് പഠിക്കാൻ പറ്റുന്നത്. ആളുടെ സിംഗിൾ മൈനർ ആയിട്ടുള്ള ഫിസിക്സിൽ വേണമെങ്കിലും PG എടുക്കാം. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അടുത്തത് 4ാമത്തേതാണ് കേട്ടോ, മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ. ഒരു വിഷയത്തിൽ മേജർ പഠനം നടത്തുമ്പോൾ തൊഴിൽ സാധ്യതയുള്ള വിഷയം മൈനറായി തിരഞ്ഞെടുത്ത് പഠിക്കുന്നത്. നമ്മൾ വൊക്കേഷണൽ കോഴ്സുകൾ കേട്ടിട്ടില്ലേ, ആ ഒരു സംഭവം തന്നെ.
ഉദാഹരണത്തിന് ഫിസിക്സിനോടൊപ്പം ഡാറ്റ അനലിറ്റിക്സ് പഠിക്കുന്ന കോളേജിൽ അത്തരം കോഴ്സുകൾ ലഭ്യമല്ലെങ്കിൽ മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളുടെ നൈപുണ്യ വികസന കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ടോ ഓൺലൈനായോ വിദ്യാർത്ഥിക്ക് വൊക്കേഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കാം. അതായത് കോളേജിൽ തന്നെ പഠിക്കണം എന്നില്ല. കോളേജിൽ ഇപ്പോൾ ഡാറ്റ അനലിറ്റിക്സ് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ പുറത്ത് ഏതെങ്കിലും ഫേമിൽ പോയിട്ട് നൈപുണ്യ വികസന കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ പഠിക്കാം. കോളേജിലുണ്ടെങ്കിൽ കോളേജിലും പഠിക്കാം. വൊക്കേഷണൽ കോഴ്സ്, തൊഴിലവസരങ്ങൾ കൂടുതലുള്ള കോഴ്സുകൾ. അടുത്തത് 5-ാമത്തെയാണ് ഡബിൾ മേജർ. 2 പ്രധാന വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനമാണ് ഡബിൾ മേജർ. ഒരു വിഷയത്തിൽ മൊത്തം ക്രെഡിറ്റിന്റെ 50%, രണ്ടാമത്തെ വിഷയത്തിൽ 40% ക്രെഡിറ്റും നേടണം. അങ്ങനെയെങ്കിൽ ഡബിൾ മേജർ ബിരുദം സ്വന്തമാക്കാം. ഡബിൾ ഡിഗ്രി ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വിഷയത്തിൽ മൊത്തം ക്രെഡിറ്റിന്റെ 50% കിട്ടണം, രണ്ടാമത്തെ വിഷയത്തിൽ മൊത്തം ക്രെഡിറ്റിന്റെ 40% കിട്ടിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഡബിൾ ഡിഗ്രി ആയിട്ട് കണക്കാക്കുള്ളൂ. 6-ാമത്തേത് മൾട്ടി ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി എന്നാണ് 6-ാമത്തെ ലാസ്റ്റത്തെ പറയുന്നത് കേട്ടോ. 3 വ്യത്യസ്ത മേജർ വിഷയങ്ങൾ ചേരുന്ന കോമ്പിനേഷനാണ്. ഉദാഹരണം ഉണ്ട് ലൈഫ് സയൻസ്, മൈക്രോബയോളജി, ബയോടെക്നോളജി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റി. ഈ 6 തരം പ്രോഗ്രാമുകളിൽ ആദ്യം പറഞ്ഞ 3 പൊതുവെ എല്ലാ കോളേജുകളിലും ഉണ്ടാവുന്നതാണ്. എന്നാൽ അവസാനത്തെ 3 പ്രോഗ്രാമുകൾ കോളേജുകളിലും സർവകലാശാലകളിലും പ്രത്യേകമായി നടക്കുന്നതായിരിക്കും. ഈ 6 തരം പ്രോഗ്രാമുകളിൽ ആദ്യം പറഞ്ഞ 3 പൊതുവെ എല്ലാ കോളേജുകളിലും ഉണ്ടാവുന്നതാണ്. എന്നാൽ അവസാനത്തെ 3 പ്രോഗ്രാമുകൾ കോളേജുകളിൽ സർവകലാശാലകളിൽ പ്രത്യേകമായി നടപ്പാക്കുന്നതായിരിക്കും. അതായത് ഈ പ്രത്യക്ഷത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു സംഭവം പറയാം, കുറേയും കൂടെ അഡീഷണൽ കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ക്ലാസ്സുകൾ തിരിക്കേണ്ടി വരും. നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇവിടെ മാഡം പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ പണ്ട് മലയാളത്തിനും സംസ്കൃതത്തിനൊക്കെ പോകുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, വേറെ ക്ലാസ്സുകളിലേക്ക് പോകുന്ന ആ ഒരു രീതിക്കൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. എന്താണെന്ന് അറിയില്ല. ഈ ഒരു ബാച്ചിന് ക്ലാസ് തുടങ്ങി അതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കോളേജുകളിൽ ഒരുപാട് സെക്ഷനുകൾ വരാനും അവർക്ക് അതുവഴി ഒരുപാട് ജോലി സാധ്യതകൾക്കും അവസരമുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഇനി അതിൻ്റെ പഠന രീതി അവർ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫൗണ്ടേഷൻ, മേജർ അഥവാ മൈനർ, ക്യാപ്സ്റ്റോൺ എന്നിങ്ങനെ 3 വിഭാഗത്തിലുള്ള കോഴ്സുകൾ അടങ്ങിയതാണ് 4 വർഷ ബിരുദ പ്രോഗ്രാം. വിവിധ വിഷയങ്ങളിൽ അടിസ്ഥാനപരമായ അറിവ് നേടാനുള്ളവയാണ് ഫൗണ്ടേഷൻ കോഴ്സുകൾ. ഇവ ആദ്യത്തെ 2 വർഷങ്ങളിലായി പഠിക്കണം. അതായത് ഫൗണ്ടേഷനും വരുന്നുണ്ട്, മേജർ, മൈനർ, പിന്നെ ക്യാപ്സ്റ്റോൺ, അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞത്. ഫൗണ്ടേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഭാഷ, ഭരണഘടന, ലിംഗനീതി തുടങ്ങിയ പൊതുവിജ്ഞാന വിഷയങ്ങൾ ഉണ്ട് കേട്ടോ. പിന്നെ നൈപുണ്യ പ്രോത്സാഹനം, കേരളത്തിൻ്റെ തനത് വിജ്ഞാനം കൈവരിക്കാനാകുന്ന വിഷയങ്ങൾ എന്നിവയും അടങ്ങുന്നതാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സസ്. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ, വാല്യൂ അഡീഷൻ കോഴ്സുകൾ, പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ എന്നിങ്ങനെ 4 പ്രധാന ബാസ്ക്കറ്റുകളായാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ നൽകുന്നത്. അപ്പോൾ അറിയാലോ, ഫൗണ്ടേഷൻ തന്നെ ഇത്തരത്തിൽ ഒരുപാട് 3 തരത്തിലാക്കിയിട്ടാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ് എല്ലാവരും തന്നെ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പൊതുവിജ്ഞാനം എല്ലാവരും കോമൺ ആയിട്ട് പഠിക്കണം. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് 4 വർഷ ഡിഗ്രിയുടെ പല പ്രോഗ്രാംസ് ഇട്ടാ. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമുക്കൊന്നും മനസ്സിലാവില്ല, അത്യാവശ്യം നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളിത് വീണ്ടും നോക്കുമ്പോഴോ അല്ലെങ്കിൽ വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴൊക്കെയാണ് ഈ സാധനം കൂടുതൽ മനസ്സിലാവുള്ളത്. യൂസ്ഡ് ആയിട്ടില്ലല്ലോ, നമ്മൾ പുതിയൊരു സംഭവമാണ്. അപ്പം അങ്ങനെയാണ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ, എല്ലാ കാര്യങ്ങളും വാല്യൂ അഡീഷൻ കോഴ്സുകൾ എല്ലാം ഉണ്ട്. കാരണം ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് സ്കില്ലുണ്ടാവണമെന്നില്ല, ജോലിക്കൊക്കെ കയറുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ആഡ് ഓൺ എക്സ്ട്രാ പഠിക്കേണ്ട ഒരു പരിപാടിയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനത്തെ സംഭവമൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി ഇതിൻ്റെ അപ്ഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളെ പറ്റി കൂടുതൽ അറിയാനും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിക്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.